നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വൈക്കിങ്സ് എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡപരമായിട്ടുള്ള വെബ് സീരീസിൻ്റെ സീസൺ 3യുടെ അവസാനത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ എപ്പിസോഡുകളുടെ അവസാനത്തിൽ പാരിസ് ആയിട്ടുള്ള അക്രമത്തിൽ ഫ്ലോക്കിയുടെ നേതൃത്വത്തിൽ നടന്ന എല്ലാ പദ്ധതികളും വെറുതെയായിപ്പോയി. ലഗാത്ത, റോളോ, കാൾഫ്, എർലിൻഡർ ഇവരെ കൊണ്ടൊന്നും ഒന്നിനെ ചെയ്യാനേ പറ്റിയില്ല. പിന്നെ അവസാനം റാഗ്നറിന് നന്നായിട്ട് വയ്യാതായി ഏകദേശം മരിക്കുന്ന അവസ്ഥയിലായി. ഇപ്പോൾ റാഗ്നർ ഹെവനിലേക്ക് പോകാൻ വേണ്ടി ക്രിസ്തു മതം സ്വീകരിക്കും, ക്രിസ്തുവായിട്ട് തന്നെ മാറും. ഇതിനുശേഷം ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. വൈക്കിംഗ് സീസൺ 3 എപ്പിസോഡ് 10 ദ ഡെത്ത്. തുടക്കത്തിൽ തന്നെ പാരിസിന്റെ കുറച്ച് സൈനികർ നോർത്ത് മാൻസ് കൂടാരം അടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വരും. എന്നിട്ട് സിൻഡ്രിക്ക് മൂലം ഇങ്ങനെ സംസാരിക്കും. പറഞ്ഞത്രയ്ക്ക് സ്വർണവും വെള്ളിയും തന്നിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു, നിങ്ങളും പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന് എംപറർ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പം തന്നെ നോർത്ത് മാൻസ് ആ സ്വർണവും വെള്ളിയൊക്കെ ഇങ്ങനെ ആക്രാന്തത്തോടു കൂടി ഇങ്ങനെ നോക്കും. ഇപ്പം ഈ കാര്യങ്ങളൊക്കെ വയ്യാതെ കിടക്കുന്ന റാഗ്നറിനോട് റോളോ വന്നിങ്ങനെ പറയും, അവർ പറഞ്ഞ വാക്ക് പാലിച്ചു. അപ്പം റാഗ്നർ, എനിക്കിതിലൊന്നും അത്ര താല്പര്യമൊന്നുമില്ല, ഞാനിപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വീണ്ടും ആത്തലിസ്റ്റിനെ കാണാൻ കഴിയും എന്നുള്ള സന്തോഷമാണ് എന്ന് പറഞ്ഞതും റോളോ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ എണീറ്റ് പോകും. ഫ്ലോക്കി, ഞാൻ ഇതിനു മുൻപ് തന്നെ പറഞ്ഞതല്ല റോളോ, ആ പ്രീസ്റ്റ് റാഗ്നറിന് കൈവശം കൊടുത്തതാണ്, ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഫലമാണ്. അപ്പോൾ റോളോ, ശരിയാണ്, ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇപ്പം ലഗാത്ത, റോളോ, റാഗ്നർ ഒരു ക്രിസ്ത്യനായി മാറിയെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല, നീയും ഒരിക്കൽ മാറരുതില്ലേ റോളോ. പക്ഷെ അതെന്നെ മാറ്റിയില്ല, അതിനെ വെറുതെയാണ് മാറിയത്, ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ റാഗ്നറിൻ്റെ കാര്യം അങ്ങനെയല്ല, അവനെ മാറ്റിയത് ആത്തലിസ്റ്റിനാണ്. എവിടെ എർലിൻഡറും കാൾഫും റാഗ്നർ ഒരു ക്രിസ്ത്യനായി മാറിയത് കാരണം കൊണ്ട് ഒരു ക്രിസ്ത്യൻ കിങ്ങിൻ്റെ കീഴിൽ വൈക്കിംഗ് ജനങ്ങൾ നിൽക്കാൻ പാടില്ല, ഇത് നമ്മുടെ ദൈവങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്, റാഗ്നറിനെ കൊന്നാലോ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാരിസിന്റെ ഉള്ളിൽ ജനങ്ങളെല്ലാവരും ചർച്ചിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയോ അവസാനം ഈ യുദ്ധം ഒരു അവസാനത്തിലെത്തി എന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കൗണ്ടോടോ പ്രിൻസസ് ഗിസ്ലിയോട് എനിക്കിപ്പോഴും നിങ്ങളോട് സംസാരിക്കണം, അപ്പോൾ ഇപ്പോൾ വേണ്ട, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനുള്ള സമയവും സാഹചര്യവും ഇടവും ഇതല്ല എന്ന് പറഞ്ഞിട്ട് പോകും. ഇപ്പോൾ വേറൊരു പെണ്ണ് വന്ന് കൗണ്ടോടോയോട്, ഇവളുടെ പേരാണ് തൈരിസ്, അവളെ വന്ന് കൗണ്ടോടോയോട്, നിങ്ങളുടെ ധൈര്യം പ്രിൻസസ് അംഗീകരിക്കുന്നില്ലെന്ന് തോന്നുന്നു, നിങ്ങളാണ് ശരിക്കും ഈ നഗരത്തെ രക്ഷിച്ചത് എന്ന് പറയും. അപ്പോൾ കൗണ്ടോടോയും നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് പോകും. എവിടെ എംപറർ ചാർലസ്, ഇതൊക്കെ ഒരു വിജയമായിട്ടാണ് കാണുന്നത്, നമ്മൾ ഇന്ന് ആഘോഷിക്കാനുള്ള ദിവസമാണ്, നമ്മൾ നമ്മുടെ നഗരത്തെ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിൻസസ് ഗിസ്ല, നമ്മൾ പ്രതിഫലം കൊടുത്തപ്പോഴാണ് അവർ പോയത്, അല്ലാതെ ഇതൊന്നും ഒരു ശരിക്കായിട്ടുള്ള വിജയമൊന്നും അല്ലച്ച എന്ന് പറയും. പക്ഷേ എംപറർ ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കില്ല, എൻ്റെ മുത്തച്ഛൻ മാത്രം ഇപ്പോഴിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം ഒന്ന് ശരിക്കും ആഘോഷിച്ചതിന്, എനിക്ക് ക്ഷീണം തോന്നുന്നു എന്ന് പറഞ്ഞ് ഞാൻ പോയി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് പോകും. എവിടെ കൂടാരമൊക്കെ അടിച്ചിരിക്കുന്നവിടെ ഹെൽഗ ഇപ്പോഴങ്ങനെ ഫ്ലോക്കിയോട് അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല വലുതായിട്ട്. ഇപ്പോൾ ഹെൽഗയെ പോയിട്ട് ഫ്ലോക്കി ഇങ്ങനെ സമാധാനിപ്പിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കും. അപ്പം ഹെൽഗ, ഇതൊക്കെ എങ്ങനെയാണ് പൊറുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. എന്താണെന്ന് വെച്ചാൽ ഫ്ലോക്കിയാണ് ആത്തലിസ്റ്റിനെ കൊന്നത്. എവിടെ റാഗ്നറിനാണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് വയ്യ, ഏകദേശം മരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പം ബിയാണിനോട് പറയും, ഞാനില്ലെങ്കിൽ അന്ന് നീ നമ്മുടെ ജനങ്ങളുടെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കേണ്ടി വരും, നിന്റെ സമയം വരുമ്പോൾ നീ ചിന്തിക്കേണ്ടത് ബുദ്ധി കൊണ്ടായിരിക്കണം, അല്ലാതെ മനസ്സുകൊണ്ടാവരുത്. എന്താണ് ചെയ്യില്ലേ? അത് ചെയ്യാൻ മച്ച. പിന്നൊരു കാര്യവും കൂടിയുണ്ട്, എനിക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഇന്ന് നീ മാത്രമേ ഉള്ളൂ എന്ന് പറയും. അതേ ദിവസം രാത്രിയിൽ തന്നെ റോളോ പാരിസിനെ ദൂരത്തിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് സീറു പറഞ്ഞില്ലേ ആ കാര്യങ്ങൾ തന്നെ, ഒരു കരടി ഒരു പ്രിൻസസ് മൂലം കിങ് ആവും എന്നൊക്കെ പറഞ്ഞില്ലേ, അത് തന്നെ. ഇവിടെ പാരിസിൽ കൊട്ടാരത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല, തെരേസ്, അവൾക്ക് കൗണ്ടോഡോയുടെ മേലൊരു താല്പര്യമുണ്ട്. ഇപ്പോൾ തെരേസിനെ കൗണ്ടോഡോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവളെ ഇങ്ങനെ ചങ്ങലയിൽ ഇങ്ങനെ കെട്ടിയിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങനെ റൊമാൻറ്റിക് ആവും. ഇവിടെ റാഗ്നർ ആണെങ്കിൽ നന്നായിട്ട് വയ്യാതായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് ലഗാത്ത ഇങ്ങനെ റാഗ്നറിനെ കാണാനായിട്ട് വരും. പക്ഷേ ലഗാത്തയ്ക്കാണെങ്കിൽ റാഗ്നറിൻ്റെ ഇങ്ങനെയുള്ള അവസ്ഥ കാണാനായിട്ട് പറ്റുന്നില്ല. ലഗാത്ത അങ്ങനെ തിരിഞ്ഞു പോകും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഫ്ലോക്കി ഒരു ചെറിയ ബോട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഹെൽഗ വന്ന് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പം പറയും, അവസാനമായി അവന് വേണ്ടി ഒരു ബോട്ട് കൂടെ ഉണ്ടാക്കാനായിട്ട് റാഗ്നർ പറഞ്ഞു എന്ന് പറഞ്ഞ് ഫ്ലോക്കി ഇങ്ങനെ നല്ല സങ്കടത്തിൽ നിൽക്കുകയാണ്. എവിടെ ഗിസ്ലയും കൗണ്ടോഡോയും അവരുടെ രാജ്യത്തിൽ നിന്ന് ഇവർ കൂടാരം അടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കും. അവർ പറഞ്ഞ സ്വർണവും വെള്ളിയും കൊടുത്തിട്ടും ഒരു മാസമായിട്ട് ഇവരെന്താണ് പോവാത്തത് എന്ന് പറഞ്ഞ് ഗിസ്ല ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ കൗണ്ടോഡോ, ഞാൻ പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകും. നിങ്ങളെന്താണ് ഇത്രയും ദിവസമായിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് പോവാത്തത്, ഇവിടെ തന്നെ തുടരുന്നത്, നിങ്ങളെന്താണ് പറഞ്ഞ വാക്ക് പാലിക്കാത്തത്? അപ്പോൾ ബിയാൻ, ഞങ്ങളുടെ കിങ് എൻ്റെ അച്ഛനോ റാഗ്നർ ലോഡ്ബ്രൂക്കിനെ ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കും.
ഇപ്പോൾ റാഗ്നറിൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിരിക്കുകയാണ്. അപ്പോൾ ബിയാൻ പറയും ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരാഗ്രഹം കൂടിയുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ക്രിസ്ത്യാനികളുടെ ആചാരപ്രകാരമായിട്ടുള്ള ശവസംസ്കാര ചടങ്ങുകൾ നടത്തണം. നിങ്ങൾ ഇതിന് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഇവിടം വിട്ടു പോവില്ല എന്ന് പറയും. അപ്പോൾ കൗണ്ടോടെയും സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് പോകും. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ റാഗ്നറിൻ്റെ ശരീരം ഇപ്പോൾ ഉള്ളതിനേക്കാളും ഭയങ്കരമായിട്ട് മോശവും. അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ റാഗ്നർ അവിടെ കിടന്ന് തന്നെ അങ്ങനെ മരിക്കും. അങ്ങനെ മരിച്ചുപോയ റാഗ്നറിൻ്റെ ശരീരം ബിയാൻ ഒരു ശവപ്പെട്ടിയിൽ ഇങ്ങനെ ഇടും. ആ ശവപ്പെട്ടിയാണെങ്കിൽ കാണാൻ ഒരു ബോട്ട് പോലെ തന്നെ ഉണ്ട്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഫ്ലോക്കി എന്തിനാണ് ആ ചെറിയ ബോട്ട് ഉണ്ടാക്കിയതെന്ന്. റാഗ്നർ ഇങ്ങനെ വയ്യാതായി മരിച്ചു പോയില്ല. അവിടെ കൂടാരത്തിലുള്ള എല്ലാ വൈക്കിംഗ് പോരാളികൾക്കും ഒരേ നെട്ടൽ. ഇപ്പം എല്ലാവരും നല്ല സങ്കടത്തിലാണ്. ഇപ്പോൾ റാഗ്നറിൻ്റെ ശവപ്പെട്ടിക്ക് മുന്നിൽ ലഗാത്ത വന്നിങ്ങനെ കരഞ്ഞു പറയും ദൈവം നമുക്കായി എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. റാഗ്നർ, ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ ഹെവനിലേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ ഇനി മുതൽ നമ്മൾ ഒരിക്കലും കാണില്ല. പക്ഷെ ഞാൻ കരുതുന്നത് ഓഡിൻ ഒരു കാറ്റുപോലെ അവിടെ വന്ന് നിന്നെ രക്ഷിച്ച് പിന്നെയും വൽഹല്ലയിൽ എത്തിക്കുമെന്നാണ്. എൻ്റെ റാഗ്നർ, നമുക്ക് അവിടെ വെച്ച് വീണ്ടും കണ്ടുമുട്ടാം, അടിയുണ്ടാക്കാം, കുടിക്കാം, പിന്നെ പരസ്പരം സ്നേഹിക്കാം. നിന്നെ ഞാൻ എന്നും സ്നേഹിച്ചിരുന്നു റാഗ്നർ. ഒരു നിമിഷം പോലും സ്നേഹിക്കാതിരുന്നിട്ടില്ല. ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ജനിച്ചവരാണ് നമ്മൾ. ഇപ്പോൾ റോളോ വന്നിട്ട് സത്യമാണ്, എനിക്ക് നിന്നോട് വെറുപ്പായിരുന്നു. ഇല്ലെന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ നീ മരിച്ചു. ഇത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. തമാശ എന്തെന്നാൽ ദൈവം ആദ്യം നിന്നെ വിളിച്ചിരിക്കുന്നു. അവർ എപ്പോഴും നിനക്ക് അനുകൂലമായിട്ടാണ് ഉള്ളതെന്നാണ് ഞാൻ കരുതിയത്. നീയും അങ്ങനെ തന്നെയാണ് കരുതിയത്. നീ നിന്നെ ഒരു ദൈവമായിട്ട് തന്നെ കണ്ടു അല്ലേ റാഗ്നർ? പക്ഷെ അവസാനം കണ്ടില്ലേ, നീയും വെറും ഒരു മനുഷ്യൻ മാത്രമാണ്. ഇപ്പോൾ ഫ്ലോക്കി വന്ന് ഒരിക്കൽ നിന്നെ പ്രശസ്തനാക്കാനായി കപ്പലുകൾ ഉണ്ടാക്കി നയിച്ചത് ഞാനായിരുന്നു. ഇപ്പോൾ നിന്നെ ഹെവനിലേക്ക് പോകാനുള്ള ബോട്ടുണ്ടാക്കിയതും ഞാനാണ്. എന്തായാലും ആത്ലസ്റ്റിനോട് അന്വേഷണങ്ങൾ പറഞ്ഞേക്ക്. നീ ഞങ്ങളെ ചതിച്ചു, നീ നിൻ്റെ പരമ്പരയെ ചതിച്ചു, നമ്മുടെ ഭാവിയെ നീ നശിപ്പിച്ചു. നീ എന്നെ ചതിച്ചു. മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. ആ പ്രീസ്റ്റ് നിന്നെ സ്നേഹിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. പക്ഷെ അതിലൊന്നും കാര്യമില്ല. നീ എപ്പോഴും കരുതിയത് ഫ്ലോക്കി അല്ലേ? അതെ, അവനെ പറ്റി ഓർക്കേണ്ട കാര്യമില്ല, അവനൊരു മണ്ടനാണെന്നാണ്. എനിക്ക് നിന്നോട് വെറുപ്പാണ് റാഗ്നർ ലോത്ബ്രോക്ക്. പക്ഷെ എൻ്റെ ഹൃദയങ്ങളിലെ ഓരോ അണുവിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ എന്നെ എന്തിനാണ് പറിച്ചു കളഞ്ഞത്? പിന്നെ അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞ് റാഗ്നറിൻ്റെ ശവപ്പെട്ടി കൗണ്ട് ഓഡോയോട് പറഞ്ഞതുപോലെ തന്നെ വൈക്കിംഗ് പോരാളികൾ എല്ലാവരും കൂടെ അവരുടെ സംസ്കാര ആചാരപ്രകാരം തന്നെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പാരീസിൻ്റെ ഉള്ളിലേക്ക്, അവരുടെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ കൊണ്ടുപോകും. പാരീസിലൊരു ചർച്ചുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അവരും അതിങ്ങനെ സ്വീകരിക്കും. അവിടെയുള്ളൊരു ബിഷപ്പ് റാഗ്നറിൻ്റെ ശരീരത്തിന് ഇങ്ങനെ എന്തൊക്കെയോ അവരുടെ രീതിയിലുള്ള ക്രിസ്ത്യൻ ചടങ്ങുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് ആ ശവപ്പെട്ടിയെ പൊളിച്ചിട്ട് മരിച്ചുപോയ റാഗ്നർ അങ്ങനെ ഉയർന്നെഴുന്നേറ്റ് വരും. ഇത് കാണുന്ന ചുറ്റുമുള്ള ജനങ്ങളെല്ലാവരും ഇങ്ങനെ ഭയന്ന് നിൽക്കുകയാണ്. പ്രധാനമായിട്ടും എംപറർ ചാർലസ്. ഇപ്പോൾ റാഗ്നർ എങ്ങനെയാണ് ഉയർന്നെഴുന്നേറ്റത് എന്ന് വെച്ചാൽ ശരിക്കും റാഗ്നർ മരിച്ചിട്ടേ ഇല്ല. റാഗ്നർ ബിയാനോട് ഒരു കാര്യം ഞാൻ നിന്നോട് മാത്രം പറയാനുള്ളൂ, ഈ കാര്യത്തിനായി ഞാൻ നിന്നെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇതിനു മുൻപ് പറഞ്ഞില്ലേ, ആ കാര്യമാണ് ഇത്. ഇതെല്ലാം റാഗ്നറിൻ്റെ ഒരു കുതന്ത്രമാണ്, പാരീസിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ടുള്ള തന്ത്രം. ഇപ്പം അങ്ങനെ റാഗ്നർ എംപറർ ചാർലസിൻ്റെ കഴുത്തിൽ കത്തിവെക്കും. അടുത്ത് തന്നെ ആ ബിഷപ്പും ഉണ്ട്. ആ ബിഷപ്പാണ് റാഗ്നർ മരിച്ചു കഴിഞ്ഞാൽ ഹെവനിലേക്ക് പോവില്ല, നരകത്തിലേ പോവുള്ളൂ എന്ന് പറഞ്ഞ ആ ബിഷപ്പിനെ ആദ്യം കഴുത്തറുത്ത് കൊല്ലും. അപ്പോൾ തന്നെ ഗിസ്ല റാഗ്നറിനെ അടിക്കാൻ വേണ്ടി അവളായിട്ട് തന്നെ റാഗ്നറിൻ്റെ കയ്യിൽ വന്ന് പെടും. റാഗ്നറും അപ്പോൾ തന്നെ ഗിസ്ലയുടെ കഴുത്തിൽ ഇങ്ങനെ കത്തിവെക്കും, അവളെ ഇങ്ങനെ ബന്ധിയാക്കും. എന്നിട്ട് ഗിസ്ലയെ ഇങ്ങനെ അവിടെ നിന്ന് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. പിന്നാലെ തന്നെ കൗണ്ടോടെയും പാരീസിൻ്റെ സൈനികരും ഇവരുടെ പുറകിൽ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഗിസ്ലയുടെ കഴുത്തിൽ റാഗ്നറിൻ്റെ കത്തി ഉള്ളത് കാരണം കൊണ്ട് റാഗ്നറിനെ ഇവരെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അവളെയും പിടിച്ചിങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കണം. റാഗ്നറിനാണെങ്കിൽ ഇപ്പോഴും നന്നായിട്ട് വയ്യ. ഇപ്പം എങ്ങനെയൊക്കെയോ ആ പാലത്തിൻ്റെ അവിടെ എത്തി. ഇതിനു മുൻപ് രാത്രിയിൽ ആക്രമണം നടത്തിയത് കാരണം കൊണ്ട് പാരീസിൻ്റെ പാലം ഇങ്ങനെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് വൈക്കിങ്സിന് പാരീസിൻ്റെ അകത്തേക്ക് കടക്കാൻ പറ്റാതായത്. ഇപ്പോൾ ആ പാലത്തിൻ്റെ കയറങ്ങനെ മുറിച്ചു വിട്ടതും അതിനുശേഷം പ്രിൻസസ് ഗിസ്ലയെ ഇങ്ങനെ റാഗ്നർ അയച്ചു വിടും. നീ പൊയ്ക്കോ എന്ന് പറയും. അപ്പോൾ തന്നെ ഗിസ്ലയും അങ്ങനെ പാരീസിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഓടിപ്പോകും. ഇപ്പോൾ പാരീസായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ആ പാലത്തിൻ്റെ വേറൊരു കവാടം റാഗ്നറിൻ്റെ കൂടെ വന്ന പോരാളികൾ ഇങ്ങനെ തുറന്നതും പുറകിലാണെങ്കിൽ ബിയാനുണ്ട്. ബിയാൻ്റെ പുറകിലാണെങ്കിൽ അവിടെ വന്നിരിക്കുന്ന വൈക്കിംഗ് പടയാളികൾ മുഴുവനുണ്ട്. ഇപ്പോൾ ബിയാൻ ഇങ്ങനെ രണ്ട് കൈകളും ഇങ്ങനെ പൊക്കി കാണിച്ചതും ബിയാൻ്റെ പുറകിലുള്ള മൊത്തം വൈക്കിംഗ് പോരാളികളും എല്ലാവരും കൂടെ ഇങ്ങനെ ആർപ്പ് വിളിച്ച് കത്തിയിട്ട് ഇങ്ങനെ പാരീസിൻ്റെ ഉള്ളിലേക്ക് നല്ല വെറിയായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ രംഗമൊക്കെ ഭയങ്കരമായിട്ടുള്ള രംഗമാണ്.
അതായത് ഇപ്പോൾ നമ്മുടെ നോർത്ത് മാൻസ് ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ടു പാരസിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. എന്തൊക്കെ പദ്ധതികളിട്ടു, അതെല്ലാം പാഴായിപ്പോയി. ഇപ്പോൾ അവസാനം വേറെ വഴിയില്ലാതെ റാഗ്നർ സ്വയം മരിക്കുന്നത് പോലെ അഭിനയിച്ച്, സ്വയം മതം മാറുന്നത് പോലെ, ക്രിസ്തു ദൈവങ്ങളെ സ്വീകരിക്കുന്നത് പോലെയൊക്കെ അഭിനയിച്ച് തൻ്റെ കൂടെ വന്നിരിക്കുന്ന പോരാളികളെല്ലാവരെയും പാരസിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി ഇങ്ങനെ ഒരു കുതന്ത്രം പ്രയോഗിച്ചു. ഇദ്ദേഹം വെറും റാഗ്നറല്ല, കിങ് റാഗ്നർ ലോത്ബ്രോക്കാണെന്ന് പിന്നെയും തെളിയിച്ചു. സീർ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ജീവനോടുകൂടി ഇരിക്കുന്നവർക്ക് പാരസിനെ കീഴടക്കാൻ പറ്റില്ല, മരിച്ചവർക്കേ പാരസിനെ കീഴടക്കാൻ കഴിയുള്ളൂന്ന്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സീർ ഇതിനു മുൻപ് പറഞ്ഞ ആ കാര്യം. പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ റാഗ്നറിന് ആദ്യം വയ്യാതായില്ലേ, അതെല്ലാം സത്യമാണ്. റാഗ്നർ ഇങ്ങനെ ബിയാണ്ട് അടുത്ത് വന്ന് ഇങ്ങനെ മുട്ടുകുത്തി വീഴും. ഇപ്പം അവസാനമായിട്ട് പാരസിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നത് കാൾഫ്, എർലിൻഡർ, റോളോ, ഫ്ലോക്കി, ലഗാത്ത, ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വരും. ഇവർക്കാണെങ്കിൽ ഇപ്പോഴും ഒരേ നെട്ടൽ. എന്താണെന്ന് വെച്ചാൽ ഈ പദ്ധതികൾ റാഗ്നർ ബിയാനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റാഗ്നർ ആണെങ്കിൽ ഇവരെ ആരെയും വിശ്വസിച്ചിട്ടില്ല, ബിയാനെ മാത്രമാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഉള്ളിൽ പോയ വൈക്കിംഗ് പോരാളികൾ എല്ലാവരും പാരസിൻ്റെ ഉള്ളിൽ പോയി കുറേ കൊള്ളയടിക്കും, കിട്ടുന്ന സാധനങ്ങളെല്ലാം കൊള്ളയടിക്കും. അതിനുശേഷം പിന്നെയും ഇവർ കൂടാരം അടിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകും. ഇവിടെ കൊട്ടാരത്തിനുള്ളിൽ എംപറർ ചാർലസ് ഇങ്ങനെ തളർന്നിരിക്കുകയാണ്. നോർത്ത് മാൻസ് അകത്തേക്ക് കയറി കൊള്ളയടിച്ച കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഇവിടെ കൂടാരത്തിൽ ലഗാത്ത ബിയാനോട്, നീ എന്താണ് ഇങ്ങനൊരു പദ്ധതി ഉണ്ടായിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, എന്താണ് ഞങ്ങളൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യത്തിൽ ചോദിക്കും. അപ്പോൾ ബിയാൻ, എൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ടതേ ഞാൻ ചെയ്തുള്ളൂ, ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നായിരുന്നു അച്ഛൻ്റെ ആവേശം. അച്ഛനാണ് ഇപ്പോഴും കിങ്, ഇതിൽ നമ്മൾ വിജയിക്കുകയും ചെയ്തു. അദ്ദേഹം നമ്മളെ പാരസിൻ്റെ ഉള്ളിൽ എത്തിച്ചിരിക്കുന്നു, വീണ്ടും ഒത്തിരി കൊള്ള മുതലും നേടി എന്ന് പറയുമ്പോൾ ഇപ്പം ആരും തന്നെ ഒന്നും മിണ്ടില്ല. നമ്മൾ നാളെ തന്നെ നാട്ടിലേക്ക് തിരികെ പോകും. വേനൽക്കാലത്ത് ഇവിടെ വീണ്ടും കൊള്ളയടിക്കാനായി വരേണ്ടതാണ്. ഇവിടെ നമ്മളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം. അപ്പ ഫ്ലോക്കി, ഞാനിവിടെ നിൽക്കാം. അപ്പ റോളോ, വേണ്ട, നീ ഇവിടെ തുടരേണ്ട കാര്യമില്ല ഫ്ലോക്കി. അപ്പ ബിയാൻ, അമ്മവ നിങ്ങൾ തന്നെ ഇവിടെ നിന്നോളൂ എന്ന് പറയും. റോളോയോട് ഇവിടെ നിൽക്കാനായിട്ട് പറയും. ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ റോളോയുടെ നേതൃത്വത്തിൽ കുറച്ച് പേരെ മാത്രം ഇവിടെ നിർത്തിയിട്ട് വൈക്കിങ്സ് പടയെടുത്ത് വന്നതിൽ കുറേ പേര് തിരിച്ചു പോകും. ഇപ്പോൾ റോളോയുടെ നേതൃത്വത്തിൽ ഇവിടെ കുറച്ച് വൈക്കിംഗ് പോരാളികൾ മാത്രം ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ കുറേ പേര് നാട്ടിലേക്ക് പോകുന്നില്ല. അതിൽ കാൾഫ്, എർലിൻഡർ, ലഗാത്ത, ബിയാൻ, റാഗ്നർ ഇവരെല്ലാവരും ഇങ്ങനെ നാട്ടിലേക്ക് പോകും. റാഗ്നർ ഇങ്ങനെ നാട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ റോളോനെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോകും. ഇവിടെ പാരസിൻ്റെ ഉള്ളിൽ എംപറർ ചാർലസ് മോള് പ്രിൻസസ് ഗിസ്ലയോട്, നോർത്ത് മാൻസ് എല്ലാവരും പോയിട്ടില്ല, അവരുടെ ഏറ്റവും മികച്ച പോരാളി റോളോയും കൂട്ടരും ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. അവരെന്തായാലും വേനൽക്കാലത്ത് തിരിച്ചു വരും. അത് കാരണം കൊണ്ടാണ് റോളോ ഇപ്പോഴും അവിടെ തുടരുന്നത്. ഉറപ്പായും ആദ്യം വന്നതിനേക്കാൾ കൂടുതൽ ആളുകളുമായിട്ട് അവരെന്തായാലും വരിക. അപ്പ ഗിസ്ല, അങ്ങയുടെ സഹോദരന്മാർ ഒരാൾ പോലും നമ്മളെ സഹായിക്കില്ലേ? നമ്മുടെ ഈ അവസ്ഥ കാരണം കൊണ്ട് ദുർബലനായ ഞാൻ അവർക്ക് സന്ദേശം അയച്ചിരുന്നു, പക്ഷെ അതിൽ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അവർക്ക് എന്നോടുള്ള വെറുപ്പ് വളരെ വലുതാണ്. അപ്പം ഇനി അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്? എംപറർ ഫ്രഞ്ച് എന്ന പേര് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. നമ്മുടെ നഗരം നശിക്കാൻ ഞാൻ അനുവദിക്കില്ല. അപ്പോൾ അവർക്ക് ഇനിയും പണം കൊടുക്കാനാണോ ഉദ്ദേശം? അപ്പം ഇങ്ങനെ ചിരിച്ചിട്ട്, അതിലും വില വരുന്ന മറ്റൊന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ഒരുപാട് വില വരുന്ന ഒന്ന്. നിന്നെ അവരിൽ ഒരാളെ വിവാഹം ചെയ്യണം. അപ്പ ഗിസ്ല, ഇത് കൗണ്ട് ഓഡോയുടെ ബുദ്ധിയാണ്. അദ്ദേഹത്തിൻ്റെ വിവാഹാഭ്യർത്ഥന ഞാൻ വേണ്ടെന്ന് വെച്ചതിനുള്ള പ്രതികാരം. പാരസിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാം, എൻ്റെ ജീവൻ കളയാനും ഞാൻ തയ്യാറാണ്. പക്ഷെ ദൈവിക സഭയിൽ വെച്ച് ഒരു മൃഗത്തിന് കഴുത്ത് നീട്ടുന്നത് ഒഴികെ. ശരി, ഈ സന്ദേശവുമായി അയച്ച നമ്മുടെ ആളുകളെ ഞാൻ പോയി തിരികെ വരാൻ പറയട്ടെ എന്ന് പറഞ്ഞതും അപ്പ ഗിസ്ല, അച്ഛാ, ഇത് നിങ്ങൾ ശരിക്കും പറയണോ? അതും എന്നോടൊരു സമ്മതം പോലും ചോദിക്കാതെ, എന്നെപ്പറ്റി ഒന്നും തന്നെ ആലോചിക്കാതെ അച്ഛാ. അതെ, ഞാൻ നിൻ്റെ അച്ഛനാണ്, പക്ഷെ ഞാൻ ഫ്രാങ്കിയുടെ എംപറർ കൂടിയാണ്. നിന്നോടിത് ആവശ്യപ്പെടുന്നത് നിൻ്റെ അച്ഛനല്ല, ഈ നാടിൻ്റെ എംപററാണ്. അത് കാരണം കൊണ്ട് ഇത് നീ അനുസരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പോകും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൂതര് കൂടാരടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വരും. എന്നിട്ട് റോളോയോട്, ഫ്രാങ്കിയുടെ വടക്ക് ഭാഗത്തായിട്ടൊരു വിശാലമായിട്ടുള്ള ഭൂപ്രദേശം നിങ്ങൾക്കായി അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. എല്ലാത്തിനും ഉപരി എംപറർ നിങ്ങൾക്കായി വാഗ്ദാനം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അതിസുന്ദരിയായിട്ടുള്ള മോള് ഗിസ്ല ആയിട്ടുള്ള വിവാഹമാണ്. അപ്പോൾ റോളോ, ഇതിനെല്ലാം പകരം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? റാഗ്നറിന് എതിരായിട്ട് പാരസിൻ്റെ സൈന്യം നിങ്ങൾ നയിക്കണം. അപ്പോൾ റോളോയും അതിങ്ങനെ സമ്മതിക്കും. എന്നിട്ട് പാരസിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോകും. അപ്പോൾ റോളോനെ നോക്കിയിട്ട് പ്രിൻസസ് ഗിസ്ല, എൻ്റെ അച്ഛൻ പറഞ്ഞത് എന്താണെങ്കിലും ഞാൻ ഈ മൃഗത്തെ മാത്രം വിവാഹം ചെയ്യില്ല. ഞാൻ രാജരക്തത്തിൽ പിറന്നവളാണ്, അല്ലാതെ വേശ്യൊന്നുമല്ല. ഈ വിവാഹത്തിലും നല്ലത് കത്തുന്ന തീയിൽ ചാടിച്ചാവുന്നതാണ്. ആത്മാവില്ലാത്തൊരു അവിശ്വാസിയായിട്ടുള്ളൊരു ജന്തുവാണിവൻ. മൃഗങ്ങളെക്കാളും വൃത്തികെട്ടൊരു ജന്മം. ഈ വൃത്തികെട്ട ജന്തുവിന് എൻ്റെ പതിവ്രത്തവും കന്യത്വവും നൽകുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു പേപ്പട്ടിക്ക് വഴങ്ങുന്നതാണ് നല്ലത്. ഇവനെ കാണുമ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക്.
ഇങ്ങനെ ഫ്രാങ്ക് ഭാഷയിൽ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും. ഫ്രാങ്ക് ഭാഷയാണെങ്കിൽ വൈക്കിംഗ് പോരാളികൾക്ക് ആർക്കും തന്നെ അറിയില്ല, സിൻഡ്രിക് ഒഴികെ. സിൻഡ്രിക് പ്രിൻസസ് ഗിസ്ല പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ടു. ഇത് മാത്രം റോളോയോട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കാര്യം തീർന്നു. ഇപ്പോൾ സിൻഡ്രിക് ആണെങ്കിൽ ഒന്നും തന്നെ മിണ്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ റോളോയ്ക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ റോളോയും ഫ്രാങ്ക് ഭാഷയിൽ ഹലോ എന്ന് മാത്രം ഇങ്ങനെ പറയും. ഇത് കേട്ടപ്പോഴാണ് എംപറർ ചാർലസിന് കുറച്ചിങ്ങനെ സമാധാനം. അതായത് ഗിസ്ല പറഞ്ഞ ഒരു കാര്യവും റോളോയ്ക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ റോളോ ഗിസ്ലയെ നോക്കിയിട്ട് എങ്ങനെ ചിരിക്കും. റോളോയ്ക്കും ഗിസ്ലയെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇവിടെ കപ്പലിൽ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വൈക്കിംഗ് പോരാളികളെ കാണിക്കും. അതിലൊരു കപ്പലിലാണ് ഫ്ലോക്കിയും റാഗ്നറും ഉള്ളത്. ഇപ്പം എങ്ങനെ റാഗ്നർ ഫ്ലോക്കിയെ വിളിക്കും. അപ്പം തന്നെ ഫ്ലോക്കിയും അടുത്ത് പോയതും ഇപ്പോൾ റാഗ്നർ ഫ്ലോക്കിയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കും, നീയാണ് ഏത്തലസ്റ്റിനെ കൊന്നത്. ഇങ്ങനെ ചോദിച്ചതും ഫ്ലോക്കിക്കാണെങ്കിൽ ഒരേ ഞെട്ടൽ. എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ റാഗ്നറിന് അറിഞ്ഞത് എന്ന് പറഞ്ഞ് ഇവിടെ വെച്ച് സീസൺ 3യുടെ അവസാനത്തെ എപ്പിസോഡും കഴിയുന്നു. ഫ്ലോക്കിയാണ് ഏത്തലിസ്റ്റിനെ കൊന്നത് എന്നുള്ള കാര്യം റാഗ്നറിന് എങ്ങനെയാണ് അറിഞ്ഞത്? ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ റാഗ്നർ ഫ്ലോക്കിയെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ? അല്ലെങ്കിൽ റാഗ്നറിനാണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് വയ്യാലോ, അത് കാരണം കൊണ്ട് റാഗ്നറിനാണെങ്കിൽ ഇപ്പോൾ പഴയതുപോലെ അടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഫ്ലോക്കി റാഗ്നറിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ? പിന്നെ പാരീസിലാണെങ്കിൽ റോളോയ്ക്ക് വേണ്ടി എംപറർ ചാർലസ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ റോളോ റാഗ്നറിനെ പിന്നെയും പഴയതുപോലെ ചതിക്കുമോ? അതോ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത പോലെ വേറെന്തെങ്കിലുമൊക്കെ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സീസൺ 4ൽ നോക്കാം. അതെല്ലാം നമുക്ക് ഉടൻ തന്നെ നോക്കാം.